അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ KSRTC ഓടിക്കാൻ ഒരു 1S ബസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് കാണാൻ വേണ്ടി ഒന്ന് തിരിച്ചെടുത്താണ്. അപ്പോൾ ഇത് 1S അപ്പോൾ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ യൂസ് ചെയ്യാൻ പറ്റിയ KSRTC മോഡുണ്ടോ നമുക്ക് കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ മോഡുകൾ തപ്പി നോക്കി. അപ്പോൾ ഇതിലെ ഒരു പഴയ മോഡ് എനിക്ക് കിട്ടി. അതായത് നമ്മുടെ പഴയ ആന വണ്ടീനെ കുറിച്ചിരുന്ന ആ ഒരു മോഡൽ KSRTCയിലെ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 300 കിലോമീറ്ററാണ് ഇതിൻ്റെ സ്പീഡ്. 300-ൽ കുറച്ചും കൂടി കൂടും. അപ്പോൾ അങ്ങനത്തെ അടിപൊളി മോഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നു, അതേപോലെ എങ്ങനെ യൂസ് ചെയ്യുന്നത് ഫുൾ വീഡിയോ ആണിത്. വീഡിയോയ്ക്ക് അടുക്കുമ്പോൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ എവിടെ നമുക്ക് നേരെ വീഡിയോ എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത്. നമ്മുടെ KSRTCയുടെ നമ്മുടെ ആന വണ്ടീനെ കുറിച്ചിരുന്ന ആ ഒരു പഴയ മോഡൽ KSRTC ആണിത്. അപ്പോൾ മോഡൽ പഴയതാണെങ്കിലും സ്പീഡൊക്കെ രക്ഷയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ 300 km/h ഒക്കെ സ്പീഡ് പോകും. നമ്മുടെ അശോക് ലൈലാൻഡിൻ്റെ ഒരു വണ്ടിയാണ്. മുമ്പിൽ KSRTC എഴുതിയിട്ട് ഫാസ്റ്റ് പാസഞ്ചർ തിരുവനന്തപുരം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സൈഡിൽ നമ്മുടെ KSRTCയുടെ ഫുൾ ഫോം കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ നിന്നുള്ള ലുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്കിൽ നിന്നുള്ള ലുക്ക്. അപ്പോൾ ഇവിടെ തിരുവനന്തപുരം ഫാസ്റ്റ് പാസഞ്ചർ സ്റ്റോപ്പ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ടോട്ടൽ ഓവറോൾ ലുക്ക് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സീറ്റിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ വരുന്നത്. ഇൻറ്റീരിയറിൽ കുറച്ച് ആൾക്കാരൊക്കെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ വ്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് ഡ്രൈവിങ്ങിൻ്റെ സീറ്റിൽ ഒന്ന് നോക്കാം. അതായത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ ആംഗിൾ നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ടോട്ടൽ ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ടായിട്ടൊന്ന് ചുറ്റും ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ ലുക്ക് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സൈഡിൽ കൂടി കേരളത്തിലെ വണ്ടി പോകുന്നത് നമ്മുടെ കേരള ട്രാഫിക് മോഡ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഇതിൻ്റെ ഇൻറ്റീരിയർ വ്യൂ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ വ്യൂ വരുന്നത്. നമ്മുടെ അശോക് ലൈലാൻഡിൻ്റെ സ്റ്റിയറിംഗ് അവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എന്തായാലും ഈ വണ്ടിയുടെ സ്പീഡ് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാണ് ആക്സിലേറ്റർ തൊടുമ്പോഴേക്കും വണ്ടിയാണ് പവർന്നാണ് കയറും. നല്ല രീതിയിൽ സ്പീഡ് കയറും, നല്ല അടിപൊളിയായിട്ട് കയറും. അതായത് നമ്മൾ ജസ്റ്റ് ആക്സിലേറ്റർ അമർത്തുമ്പോഴേക്കും വണ്ടി 50 അങ്ങനെ പെട്ടെന്ന് സ്പീഡ് കയറുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി വണ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് 300 km/h സ്പീഡ് കയറും ഈ വണ്ടി. 300 കുറച്ചും കൂടി കയറും. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 135, 39, 40 അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ സൗണ്ട് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ 300 സ്പീഡ് കയറിൻ്റെ 307, 308, 309, 10 ഒക്കെ ആയി. അപ്പോൾ ഇത് നല്ല രീതിയിൽ കൺട്രോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് വേറെ ഇഷ്ടമായ സംഭവം. അതായത് നമ്മൾ ഇപ്പോൾ സ്പീഡിൽ പോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നല്ല സ്പീഡിൽ പോയിട്ട് ജസ്റ്റ് ഒറ്റ തിരിച്ച വണ്ടി മറിയും. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് ഏത് വണ്ടിയാലും മറിയും. പിന്നെ അതേപോലെ തന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ടോട്ടൽ ലുക്ക് വരുന്നത്. പിന്നെ ഞാൻ ജസ്റ്റ് പിന്നെ 1S ബസ് ഇവിടെ കൂടെ പോകണ കണ്ടു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് കാണാൻ വേണ്ടിയിട്ടൊന്ന് തിരിച്ചെടുത്തതാണ്. അപ്പോൾ ഞാൻ കാണുന്നത് 1S ബസ്സാണെന്ന് തോന്നുന്നു. അതെ, ഇത് 1S ഒരു ബസ്സാണ്. നമ്മുടെ 1S ടൂറിസ്റ്റ് ബസ് കുറേയൊക്കെ അറിയുന്ന ബസ്സായിരിക്കും. 1S ഏതാ മോഡൽ എന്ന് വെച്ചാൽ നമ്മുടെ ദശാവതാർ എന്ന് പറഞ്ഞ ബസ്സാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ഞാൻ കേരള ട്രാഫിക് കോഡ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ കാണുന്നതാണ്. ഈ കേരളത്തിലെ വണ്ടികളൊക്കെ ഇതേപോലെ കാണാൻ പറ്റും. അപ്പുറത്ത് KSRTC എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വണ്ടികളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ അതിന് ചെയ്യാനെന്നുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ എന്ന പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയി. വീഡിയോ ഇഷ്ട വീഡിയോയിലേക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ എവിടെ നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യപ്പെടുത്തുക. മറ്റൊരു വീഡിയോ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.